കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോ കണ്ട് കൊതി പിടിച്ചത് കൊണ്ടാണ് ഇന്ന് ബീഫ് മേടിച്ചത്. അപ്പോൾ നമുക്കിതങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട്. അതൊരു 10 മിനിറ്റ് അങ്ങനെ വെച്ചേക്കും. ഇനി ഒരു 2-3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്ത് ഇതിനകത്തോട്ടിട്ട് ഒന്നുകൂടി ഒന്ന് പുരട്ടി കുക്കർ അടച്ച് നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇതിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. 3-4 വിസിലൊക്കെ അടിച്ചിട്ട് ഞാനിത് ഓഫ് ചെയ്തിട്ട് പിന്നെ വെന്തോന്നൊക്കെ ഒന്ന് നോക്കും. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് പൊടിഞ്ഞു പോകുന്നത് എനിക്കിഷ്ടമല്ല. അതിൻ്റെ ഇടയ്ക്ക് മോനുകുട്ടൻ എഴുന്നേറ്റ് വന്നു. പിന്നെ ഞാൻ ആ വീഡിയോ കണ്ട് കൊതി പിടിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് പാലപ്പവും ബീഫ് റോസ്റ്റും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പാലപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും കുക്കർ ഒരു 3-4 നിലവിളിയൊക്കെ കഴിഞ്ഞ് അവിടെ വിശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചീനിച്ചട്ടി അങ്ങോട്ട് വെച്ചു, കടുകിട്ടു, പെരിഞ്ചീരകം ഇട്ടു, തേങ്ങാക്കൊത്തിട്ടു. ഈ തേങ്ങാക്കൊത്ത് മുഴുവൻ എനിക്ക് കഴിക്കാനുള്ളതാണ്. ഇവിടെ 2 പേർക്കും തേങ്ങാക്കൊത്ത് വേണ്ട. എനിക്ക് തേങ്ങാക്കൊത്തില്ലാതെ കഴിക്കുന്നത് ഇഷ്ടമല്ല താനും. അപ്പോൾ ആ തേങ്ങാക്കൊത്ത് മൂത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്തു. അത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാട്ടോ. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്തു. പിന്നെ ലേശം തക്കാളി അരിഞ്ഞതും കൂടി ഒന്നിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് ബീഫ് ചേർത്ത് കൊടുക്കും. പിന്നെ വീട്ടിൽ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടി ഇട്ട് ഈ അരപ്പിൽ ഇങ്ങനെ കിടന്ന് ഇത് പറ്റിച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ കുക്കറിലെ വെള്ളമൊക്കെ പറ്റിച്ച് അരപ്പിനകത്ത് ചേർക്കുന്നവരുണ്ട്. പിന്നെ തക്കാളി ചേർക്കാത്തവരുണ്ട്, തേങ്ങാക്കൊത്തിടാത്തവരുണ്ട്, ഗരം മസാല ചേർക്കാത്തവരുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ ചേർക്കും. എനിക്കതൊക്കെയാണ് ടേസ്റ്റ് കേട്ടോ. മോനുകുട്ടൻ അപ്പോഴത്തേക്ക് സ്കൂളിൽ പോയി. കൊതിയോടെ വെച്ചു എന്നേ ഉള്ളൂ. വിളമ്പിയപ്പോഴത്തേക്ക് ആ കൊതി അങ്ങ് ശമിച്ചു. എന്നാലും 2 പാലപ്പവും ഇച്ചിരി ബീഫ് റോസ്റ്റും കഴിക്കാം.